കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞ് BJP അധ്യക്ഷൻ്റെ പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ ബഡ്ജറ്റ് അനന്തര കാലത്തെ ഏറ്റവും വലിയ തമാശ. അതെ, ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. കേന്ദ്ര ബഡ്ജറ്റിൻ്റെ സമീപനവും കേരളത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ സമീപനവും താരതമ്യപ്പെടുത്തുക, അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. എന്തായിരുന്നു കേരള ബഡ്ജറ്റിനെ കുറിച്ചുള്ള BJPയുടെയും UDFൻ്റെയും വിമർശനം? അവിടെ ഏറ്റവും വലിയ വിമർശനം കമ്മി അടുത്ത വർഷവും 3.5 കമ്മി കൂടിയിരിക്കുന്നു. ഇതിപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് വന്നിട്ടുണ്ടല്ലോ, കമ്മിയുടെ നില എന്താ? 2020-21 9.5% കേന്ദ്രത്തിന്റെ കമ്മി. റെക്കോർഡ്, സർവകാല റെക്കോർഡാണ്. അതിങ്ങനെ കേന്ദ്ര സർക്കാർ ഭയങ്കരമായിട്ടെന്തോ ചെലവ് വർദ്ധിപ്പിച്ചത് കൊണ്ടല്ല കേട്ടോ, വരുമാനം ഇടിഞ്ഞതുകൊണ്ടാണ്. ചെലവ് ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ നാമമാത്രമായിട്ടുള്ള വർധനയുള്ളൂ. ഇപ്പം ഈ വർഷം എത്രയാ? 6.5. കേരളം 6.8, 5 അല്ല 6.8. കേരളത്തിൻ്റെ കമ്മി എത്രയാണ്? കേരളത്തിൻ്റെ കമ്മി, ധനക്കമ്മി 4.25% ഈ കോവിഡ് കാലത്ത്. അടുത്ത വർഷം നമ്മൾ 3.5% എത്തിയിരിക്കുന്നത്. ഇപ്പം കേന്ദ്ര സർക്കാർ 1% കൂടുതൽ വായ്പ എടുക്കാൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 4.5% വരും. ഞാൻ പറഞ്ഞത് സംസ്ഥാനങ്ങളുടെ കമ്മി കേന്ദ്രത്തിൻ്റെ കമ്മിയുടെ പകുതിയെ വരൂ. എന്നിട്ടാണ് BJP അധ്യക്ഷൻ വീമ്പിളക്കുന്നത്. നിയമത്തിലുണ്ടല്ലോ, കേന്ദ്രത്തിനും സംസ്ഥാനത്തിൻ്റെയും കമ്മി ഒരേ നിലയാണ്. കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള നിയമപ്രകാരം 3% വായ്പ എടുക്കാൻ പാടുള്ളൂ. റവന്യൂ കമ്മി പാടില്ല. എന്നാൽ കേന്ദ്രത്തിൻ്റെ കമ്മി സംസ്ഥാനങ്ങളുടെ കമ്മിയുടെ ഇരട്ടിയിലേറെ. ഇതാണ് BJP മറുപടി പറയേണ്ട കാര്യം. നിയമം രണ്ടുപേർക്ക് ഒരുപോലെയാണെങ്കിലും കേന്ദ്രത്തിന് ഇഷ്ടമുള്ള പോലെ പണം ചെലവാക്കാം, സംസ്ഥാനത്തെ വരിഞ്ഞു കെട്ടാം. ഇനി രണ്ടാമത്തെ പ്രശ്നം, അയ്യോ കടമെടുക്കുന്നു, കടത്തിൻ്റെ കണക്കാണ്. 2020-21 ബഡ്ജറ്റിൽ 8 ലക്ഷം കോടി രൂപയാണ് വായ്പ എടുക്കാൻ ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത്. വായ്പ എടുത്തതോ 18.5 ലക്ഷം കോടി രൂപ. 1-2 വ്യത്യാസം. 8 ലക്ഷം കോടിയിൽ നിന്ന് 18.5 ലക്ഷം കോടി രൂപയായി. ഇനിയിപ്പോൾ അടുത്ത വർഷമോ 15.1 ലക്ഷം കോടി രൂപ. ഞാനതിനെതിരൊന്നുമല്ല, ഇങ്ങനെ വായ്പ എടുക്കേണ്ടി വരും എന്ന് തന്നെ പറയുന്നത്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ അയ്യോ വായ്പ എടുക്കുന്നു, കടക്കണിയിലാവുന്നു, ആൾക്കാരെയൊക്കെ മുങ്ങിച്ചാവണു എന്ന് പറഞ്ഞിട്ട് പിന്നെ കേന്ദ്രത്തിൽ വരുമ്പോൾ ഇത് ഇഷ്ടം പോലെ കടമെടുക്കാനുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇത് രീതിയിലാ കേരളം മോശമായിരിക്കണമെന്നൊന്ന് വ്യക്തമാക്കണം. ഇവിടെ അദ്ദേഹം കോൾമേർ കൊള്ളുന്നത് നമ്മുടെ ദേശീയപാത വികസനത്തിന് 65,000 കോടി രൂപ വകയിരുത്തി എന്നുള്ളത്. അത് ഇലക്ഷൻ നടക്കണ എല്ലാ സംസ്ഥാനത്തും അതിൻ്റെ തുക പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മലയാളികളെല്ലാവരും 65,000 കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് മാത്രമായിട്ട് ചിന്തിച്ചിരിക്കുക. അയ്യോ, അത് കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്നല്ല ഈ പണം. നാഷണൽ ഹൈവേ അതോറിറ്റി വായ്പ എടുത്ത് ചെലവാക്കാൻ ഉദ്ദേശിക്കുന്ന പണം അത് പണ്ടേ പ്രഖ്യാപിച്ചിട്ടുള്ളതാ. കേരളത്തിലെ ദേശീയപാതക്ക് വേണ്ടിയിട്ട് എത്രയോ ലക്ഷം കോടി രൂപ ചെലവഴിക്കും എന്ന് നിതിൻ ഗഡ്കരി നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. അത് ബഡ്ജറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പണമല്ല. കിഫ്ബി പോലെ വായ്പ എടുക്കുന്ന ഏർപ്പാടാ നഹായ് ചെയ്യുന്നത്. നമ്മുടെ കിഫ്ബി വായ്പ എടുക്കുന്ന പോലെ നഹായ് ബഡ്ജറ്റിന് പുറത്ത് നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റിൽ തുകയും പറയണു. ആ തുക അവർ വായ്പ എടുത്ത് സംസ്ഥാനത്ത് ദേശീയപാതയ്ക്ക് വേണ്ടി മുടക്കാൻ പോയിരുന്നു. എന്തിനായി കിഫ്ബിക്ക് നേരെ കുറയ്ക്കണത്?
എന്താ വി മുരളീധരൻ എന്തോ ഇങ്ങനെ വർത്താനം പറഞ്ഞു കേട്ടു. ഞാൻ പറഞ്ഞു എന്താണ് കിഫ്ബിക്കെതിരെ വാര വെക്കാനായിട്ട് ഇവർ നനച്ചിരിക്കണമെന്നുള്ളത് ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് വായിക്കുമ്പോഴറിയാൻ പറ്റുമെന്ന് പറഞ്ഞു വെച്ചു. മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്തോ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ അദ്ദേഹം സ്ഥിരീകരിക്കട്ടെ. നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന വായ്പയും കിഫ്ബി എടുക്കുന്ന വായ്പയും എങ്ങനെ വ്യത്യസ്തമായിരിക്കും? അപ്പോൾ ഈ 65,000 കോടി രൂപ അതിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ മെട്രോ 1900 എത്രയാ, മെട്രോയ്ക്ക് 1957 കോടി രൂപ, ഭയങ്കര തുകയായിട്ട് തോന്നും. എത്ര കേന്ദ്രം ബഡ്ജറ്റിൽ നിന്ന് തരുന്നത്? 388 കോടി രൂപ. ആ 388 കോടി രൂപ നമ്മുടെ മെട്രോയിൻ്റെ മൂലധനത്തിലേക്കുള്ള കേന്ദ്ര സഹായമാണ്. കേരളവും 388 കോടി വെക്കണം. നമ്മളും തുല്യ തുക വെക്കണം. ബാക്കിയുള്ള പണം എവിടുന്ന? ബാക്കിയുള്ള പണം വായ്പ എടുക്കുന്നത് ആര്? മെട്രോ വായ്പ എടുക്കുന്നത്. ഈ ആളുകളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുത്. 1957 കോടി രൂപയിൽ 388 കോടി സംസ്ഥാനത്തിൻ്റെതാണ്, 388 കോടി കേന്ദ്രത്തിൻ്റെത്, ബാക്കിയുള്ളത് മെട്രോ വായ്പ എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന മാന്ദ്യത്തിൽ നിന്ന് കരകയറ്റാൻ അപര്യാപ്തമാണ്. ഒരു സംശയവും വേണ്ട, 11.5% അടുത്ത വർഷം സമ്പദ്ഘടന കുതിച്ച് നമ്മുടെ പാന്ത് ബോളടിച്ച പോലെ ഇനി സിക്സറുകളുടെ പ്രവാഹം വരാൻ പോണെന്നൊക്കെ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. അത് സംഭവിക്കില്ല എന്ന് ഉറപ്പ് തരുന്ന ബഡ്ജറ്റാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുതിച്ചുചാട്ടം വേണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, സർക്കാർ ഇടപെട്ട് ഡിമാൻഡിൽ ഒരു കുതിപ്പുണ്ടാക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം യഥാർത്ഥത്തിൽ ചെലവഴിച്ച തുകയെ ഈ ബഡ്ജറ്റിൽ അടുത്ത വർഷം ചെലവഴിക്കാന്നുള്ളൂ. ഒരു വർധനയില്ല. മുൻ വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനെ അപേക്ഷിച്ച് 14% വർധനയാണ്. അത് സംഭവിച്ചു. പക്ഷേ 2021 ആക്ച്വലായിട്ട് ചെലവഴിച്ചതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പൈസയുടെ വർധനയില്ല. വിലക്കയറ്റവും കൂടി കണക്കെടുക്കുമ്പോൾ 2021 ചെലവഴിച്ചതിനേക്കാൾ കുറവ് തുകയാണ് ചെലവഴിക്കുക. ഇതാണ് ബഡ്ജറ്റിന് കണക്ക്, ആർക്കും എടുത്ത് നോക്കാവുന്നതാണ്. ഇപ്പം എവിടെയാണ് ഈ കേമത്തം? കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെലവ് ചുരുക്കാൻ നിർബന്ധമായി തീരുന്നത്? കാരണം റവന്യൂ വരുമാനം കൂടുന്നില്ല. ഈ വർഷത്തെ 21-22 റവന്യൂ വരുമാനം കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ കണക്കാക്കിയതിനേക്കാൾ 12% താഴ്ന്നതാ. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 21-22 നമ്മുടെ സമ്പദ്ഘടന യഥാർത്ഥത്തിൽ കോവിഡിന് മുമ്പുള്ള നിലയിലേക്ക് ഉയരില്ല എന്നീ ബഡ്ജറ്റ് സമ്മതിക്കുകയാണ്. 20-21 ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ വകയിരുത്തിയതിനേക്കാൾ 12% റവന്യൂ വരുമാനം കേന്ദ്രത്തിന് കുറയും എന്നാണ് ഇപ്പോഴത്തെ പുതിയ ബഡ്ജറ്റ് കണക്ക് പറയുന്നത്. അപ്പോൾ പിന്നെ പണം എവിടെന്നാ? 1.75 ലക്ഷം കോടി രൂപയുടെ ഓഹരി വിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. താച്ചറിൻ്റെ യുഗം ഇന്ത്യയിലും വരുന്നു എന്നാണ് ഇന്ന് വിരസ്യം. 2 പൊതുമേഖലാ ബാങ്കുകൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷുറൻസുമേയും കൈവച്ചിരിക്കുക വിൽക്കാനായിട്ട്. അപ്പം നമ്മുടെ പൊതുമേഖലയെ ആകെ വിറ്റ് എന്താ? ഈ പൊതുമേഖല എത്രയോ പതിറ്റാണ്ടിലെ ദേശീയ സമ്പാദ്യമാണ്. അത് വിറ്റ് കാശാക്കി അതുകൊണ്ട് നിക്ഷേപം നടത്താനാ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആര് പറഞ്ഞോ അവരോട് കോർപ്പറേറ്റ് ടാക്സ് 1.5 ലക്ഷം കോടി കുറയ്ക്കാനായിട്ട്? ഈ ബഡ്ജറ്റിലും അവർ
പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതി കുറക്കുമെന്ന് പറയുന്നില്ലല്ലോ. ഒരു വാചകം അതിനെക്കുറിച്ചില്ലല്ലോ. ഒരു മാപ്പെങ്കിലും ജനങ്ങളോട് നിർവാഹമില്ല, ഞങ്ങൾക്കിങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ ഇത് മാത്രമാണ് മാർഗം, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പോലും പറയുന്നില്ലല്ലോ. അപ്പൊ പെട്രോളിന്റെ മേല് ഇനിയും നികുതി വർദ്ധിപ്പിക്കാം, പൊതുമേഖല വിറ്റു തുലയ്ക്കാം. അങ്ങനെയൊക്കെ പണമുണ്ടാക്കിയിട്ടും കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ 12% കുറവാണ്. ഇപ്പൊ കാർഷിക മേഖലയിലല്ലേ ഭയങ്കര എന്തോ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. നിങ്ങൾ കണക്കെടുത്ത് വായിച്ചു നോക്കണം. കാർഷിക മേഖലയിൽ കഴിഞ്ഞ വർഷം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് 1.54 ലക്ഷം കോടി രൂപയുടെ ചെലവാണ്. ചെലവല്ല, വകയിരുത്തൽ 1.54 ലക്ഷം. ഇപ്പോഴത്തെ ബഡ്ജറ്റിലോ 1.48 ലക്ഷം. കുറവാണെന്ന്. അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ മാർക്കറ്റ് ഇന്റർവെൻഷനും വില പിന്തുണ സ്കീമും പ്രൈസ് സപ്പോർട്ട് സ്കീം കഴിഞ്ഞ ബഡ്ജറ്റിൽ 2000 കോടി ഉണ്ടായിരുന്നു. ഈ വർഷം 1501 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളൂ. ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമിന് ഒരു 300 കോടി രൂപ വർധനയുണ്ട്. പലിശ സബ്സിഡി 2000 കോടി രൂപ കുറവാണ് വെച്ചിട്ടുള്ളത്. ആകെ കാർഷിക മേഖലയിലൊരു വർധനവെന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, അതിലേക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം. അപ്പോൾ ഇത്രയും കാർഷിക പ്രതിസന്ധി എല്ലാം നിന്നപ്പോൾ ഞാൻ പോലും പലവട്ടം പറഞ്ഞു, ഇത്തവണ കൃഷിക്ക് പണം വെക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതാ കൃഷിയുടെ റെക്കോർഡ്. എന്നിട്ടേ ബാങ്ക് എല്ലാം കൃഷിക്ക് കൊടുക്കുന്ന പണം ഞങ്ങൾ ഇത്ര ലക്ഷമായിട്ട് കൂട്ടാൻ പോണെന്ന് പ്രഖ്യാപിച്ചിരിക്കുക. ഇനി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എടുക്കൂ. 1.11 ലക്ഷം കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞ വർഷം. ഈ വർഷം 0.73 ലക്ഷം കോടി രൂപ. കഴിഞ്ഞ വർഷം ചെലവഴിച്ചതിനേക്കാൾ 40% കുറവാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വെക്കുന്നത്. അതാണ് ഈ നാട്ടുകാരോടുള്ളൊരു സമീപനമെന്ന്. കാരണം അവിടെ പ്രീ ബഡ്ജറ്റ് ചർച്ച നടന്നപ്പോൾ ഈ പെൻഷൻ്റെ വിഹിതം വർദ്ധിപ്പിക്കണം, എണ്ണവും വർദ്ധിപ്പിക്കണം, പെൻഷനും വർദ്ധിപ്പിക്കണം എന്ന് എല്ലാ സംസ്ഥാന സർക്കാരുകളും BJP സർക്കാരും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണത്തെ ബഡ്ജറ്റിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ഇപ്പം എന്താണ്? പെൻഷൻ അടക്കമുള്ള സാമൂഹ്യക്ഷേമ ചെലവുകൾക്ക് 43,000 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നു. ഈ വർഷം എത്രയെന്നറിയാം? 9,200 കോടി രൂപ. എന്താ പെൻഷൻ കട്ട് ചെയ്യാൻ പോയാണോ? ഞാൻ ഈ പറയുന്നതിന് കണക്കുകൾ നോക്കാം കേട്ടോ. ഞാൻ പ്രസംഗം മുഴുവനും വായിക്കാൻ പറ്റിയില്ല, കണക്കുകൾ മുഴുവൻ എടുത്ത് താരതമ്യപ്പെടുത്തിയിരുന്നു. ഇതിൽ തന്നെ ആരോഗ്യം ആണല്ലോ ഏറ്റവും വലുത്. ആരോഗ്യത്തിനുള്ള അടങ്കല് ഭയങ്കരമായി 137% വർദ്ധിപ്പിച്ചു എന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം. എങ്ങനെ വർദ്ധിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബഡ്ജറ്റില് ആരോഗ്യത്തിന് വേണ്ടി വകയിരുത്തിയ കണക്ക് 6000 രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമയിൽ 6400 കോടി രൂപയെ ഈ വർഷമുണ്ട്. ദേശീയ ആരോഗ്യ മിഷനിൽ നാമമാത്രമായിട്ടുള്ള വർധനയേ ഉള്ളൂ. കഴിഞ്ഞ വർഷം 36,000 കോടി രൂപ, ഈ വർഷം 37,000 കോടി രൂപ. ഈ വർധനവ് വരുത്തിയിട്ടുള്ളതുണ്ടല്ലോ. 37,000 കോടി രൂപയുടെ വാക്സിൻ്റെ കണക്ക്. ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് 1.37 ലക്ഷം കോടി രൂപയുടെ 137% വർധനയുടെ കണക്കുണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ കോർ ആരോഗ്യ ചെലവെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒട്ടും വർധനയില്ലാത്തതാണ്. ഇതൊക്കെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഇടപെടലുകളാണ്. ദേശീയ വിദ്യാഭ്യാസ മിഷന് 39,000 കോടി രൂപ നിന്ന് 34,000 കോടി രൂപയെ താഴ്ത്തി.
ആകെ ഒരൊറ്റ മിഷൻ മാത്രമേ അടങ്കിൽ വർദ്ധിപ്പിച്ച് കണ്ടുള്ളൂ. അത് ജലജീവൻ മിഷനാണ്. അവിടെ ഗണ്യമായിട്ടുള്ള വർധനയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിർമ്മലാ സീതാരാമൻ കോവിഡിനെ പ്രതിരോധിച്ചതിലും ഞങ്ങൾ വലിയ നേട്ടമുണ്ടാക്കി. നമ്മുടെ എക്കണോമിക് അഡ്വൈസറാണെങ്കിൽ അങ്ങനെ കോവിഡിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനുള്ള വലിയൊരു മോഡലാണ് ഇന്ത്യ. കാരണം പൂജാരിയെ പോലെ കൊട്ടി നിന്നു ഞങ്ങൾ. എപ്പോൾ ഈ കോവിഡ് ഇങ്ങനെ പടർന്നുകൊണ്ടിരുന്നത്. ഇപ്പം പണം മുടക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ കോവിഡ് നിന്ന് പിൻവാങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ പാന്തിനെ പോലെ കയറി കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താ ഈ പറഞ്ഞതിന് അർത്ഥമെന്നറിയാമോ? ഈ കോവിഡ് കാലത്തെ ജനങ്ങൾക്കുള്ള സമാശ്വാസം ഞങ്ങൾ നൽകിയില്ല. ഞങ്ങൾ മുട്ടി നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ ചെലവിൽ കോവിഡിൽ നിന്ന് പുറത്തു കിടക്കാൻ ഞങ്ങളൊരു മോഡൽ ഉണ്ടാക്കി എന്നാണ് ഈ വമ്പ് പറയുന്നത്. കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന്. സപ്ലിമെന്ററി ഡിമാൻഡ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ 20,000 കോടി രൂപ അധികമായിട്ട് ആരോഗ്യത്തിന്, ഭക്ഷ്യത്തിന്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്ലിമെന്ററി ഡിമാൻഡ്സിൽ എടുത്തൊരു സംസ്ഥാനമാണ് കേരളം. ഇതാണ് BJPക്കാർ മനസ്സിലാക്കാനുള്ളത്. നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേരളത്തിൽ കോവിഡിനെ ഞങ്ങൾ നേരിട്ടത്. നിങ്ങൾ നേരിട്ട രീതി കൊണ്ട് എന്ത് സംഭവിച്ചത് ലോകത്ത് 4.5% സാമ്പത്തിക തകർച്ചയുള്ളൂ. ഇന്ത്യയിലോ? ഇന്ത്യ സർക്കാർ തന്നെ ക്ലെയിം ചെയ്യണത് -7.7. ഇറ്റലിയിലെയും സ്പെയിനിലെയും അമേരിക്കയിലെയൊക്കെ പോലെ ഇന്ത്യയിൽ കോവിഡ് വ്യാപിച്ചില്ലെന്നല്ലേ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആഗോള നിലവാരത്തിൻ്റെ ഏതാണ്ട് പാതിയിലെത്തി നിൽക്കുന്നത്? അല്ലെങ്കിൽ പാതിയെത്തിയല്ല, ആഗോള തകർച്ചയുടെ ഇരട്ടി തീഷ്ണതയിൽ ഇന്ത്യയിൽ ഉണ്ടായത് ഈ BJP സർക്കാർ സ്വീകരിച്ച തെറ്റായ നയങ്ങൾ മൂലമായിട്ടാണ്. ജനങ്ങൾക്ക് ഡിമാൻഡ് സമ്പദ്ഘടന ഉണ്ടാക്കി നമ്മുടെ ചെറുകിട സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കുന്നൊരു സമീപനം കൈക്കൊണ്ടില്ല. ഇനിയും ഈ കോർപ്പറേറ്റ് പ്രീണനവും ചെറുകിട സ്ഥാപനങ്ങൾ അവഗണനയും തുടരുമെന്നുള്ളതാണ്. എന്താഹ്ലാദം സ്റ്റോക്ക് മാർക്കറ്റിൽ! കാരണം ഈ കോവിഡ് കാലത്ത് പോലും കോർപ്പറേറ്റ് സേവ നടത്തുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ബഡ്ജറ്റ് താരതമ്യപ്പെടുത്തിയാൽ, ഒന്ന്, ഈ കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ മർമ്മമെന്ന് പറയുന്നത് തൊഴിലവസരം സൃഷ്ടിക്കലാണ്. കേന്ദ്ര ബഡ്ജറ്റിലുണ്ടോ? പറയട്ടെ. ഞങ്ങളുടെ ജനങ്ങളെ സഹായിക്കുക, അതിന് അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ, ഉപജീവനം, സാധാരണക്കാർക്ക് ഉപജീവന തൊഴിലുകൾ, വലിയ അതിവിപുലമായൊരു തൊഴിൽ സൃഷ്ടി, അതിനുവേണ്ടി മുതൽ മുടക്കൽ. ഇതാണ് കേരളത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത്. നമ്മുടെ പരിമിതി ഉൾക്കൊള്ളുന്നതുകൊണ്ട് കൃഷിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ദാരിദ്ര്യം തുടച്ചു നീക്കാം. എന്തിൻ്റെ കുറവ് കേരളത്തിന്? അപ്പൊ കേരളത്തിൻ്റെ ബഡ്ജറ്റ് ഇത് വെച്ച് തന്നെ ഞങ്ങൾ പറയാൻ പോകണം, കേന്ദ്ര ബഡ്ജറ്റുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ബഡ്ജറ്റ് പൂർണ്ണമായും നിരാശകരമാണ്. പക്ഷെ കേരളത്തിൻ്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ അത്ര മോശമല്ല. കഴിഞ്ഞ തവണ നമുക്ക് 1.943% നികുതി വീതം കിട്ടി. 2.3 ആയിരുന്നു, അതിൽ നിന്നാണ് 1.92 താന്നത്. ഇപ്പോൾ സ്വല്പം കുറഞ്ഞു. 1.943 നിന്ന് 1.945 കുറച്ചു. ആ കുറവ് പ്രശ്നമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്
35,323 കോടി രൂപയിൽ നിന്ന് 19,891 കോടി രൂപയായിട്ട് അടുത്ത വർഷം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് അത് കുറയും പെട്ടെന്ന്. പക്ഷേ ഈ വർഷം ഞാൻ ഭയപ്പെട്ടിരുന്ന പോലെ അത് കുറഞ്ഞിട്ടില്ല. അത് കേരളത്തിന് അടുത്ത വർഷം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ സഹായകരമായിരിക്കും. ഒരു സംശയവും വേണ്ട, കേരള ബഡ്ജറ്റ് പ്രഖ്യാപിച്ച തൊഴിൽ സൃഷ്ടിക്കുന്ന വിപുലമായ പരിപാടി, അതിനു വേണ്ടിയിട്ടുള്ള മൂലധന മുടക്ക്. പലരും ചോദിക്കും, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇത്രയും പണം മുടക്കണം എവിടെ നിന്നാണ്, എവിടെ വരുന്നത്? നമുക്ക് ഇതാണ് മുൻഗണന തീരുമാനിച്ചാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യം, ഉറപ്പ്, ആത്മവിശ്വാസം ഉണ്ടാവുന്നു. യെസ്, ആ ബഡ്ജറ്റ് തന്നെ അതല്ലേ നമ്മൾ ഏത് വ്യവസായം ഹബ്ബാക്കുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ ഈ കൂലിയൊക്കെ ഇത്രയും വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പണ്ടത്തെ പോലെ പരമ്പരാഗത വ്യവസായങ്ങളുടെ ഹബ്ബാക്കാൻ പറ്റും. ഈ വൈദ്യുതി വേണ്ടത്ര ഇല്ലാത്ത കേരളത്തിലെ ഊർജ്ജപ്രധാനമായിട്ടുള്ള കെമിക്കൽ ഇൻഡസ്ട്രീസ് അത് തന്നെ വരുന്നതിന് മുമ്പ് പരിസ്ഥിതി പ്രശ്നങ്ങൾ വരും. അതിലൊന്നിക്കൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് പറയുന്നു നോളജ് ഇൻഡസ്ട്രീസ്, സ്കിൽ ഇൻഡസ്ട്രീസ്, ഹാർഡ്വെയർ ആൻഡ് സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഇതാണ് കേരളം. ഇതിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റാൻ ഒരു പരിപാടി വെച്ചിരിക്കുക. എങ്ങനെ ഹബ്ബാക്കുന്നത്? രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇവിടെ സ്കിൽ ട്രെയിനിങ് കൊടുത്ത് ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് ഹയർ ചെയ്യാം. അവർ വേണമെങ്കിൽ അവിടെ പോയി പണിയെടുക്കാം. ഇനിയിപ്പോൾ കേരളത്തിൽ ഈ കൂലിയൊക്കെ ഇത്രയും വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പണ്ടത്തെ പോലെ പരമ്പരാഗത വ്യവസായങ്ങളുടെ ഹബ്ബാക്കാൻ പറ്റും. ഈ വൈദ്യുതി വേണ്ടത്ര ഇല്ലാത്ത കേരളത്തിലെ ഊർജ്ജപ്രധാനമായിട്ടുള്ള കെമിക്കൽ ഇൻഡസ്ട്രീസ് അത് തന്നെ വരുന്നതിന് മുമ്പ് പരിസ്ഥിതി പ്രശ്നങ്ങൾ വരും. അതിലൊന്നിക്കൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് പറയുന്നു നോളജ് ഇൻഡസ്ട്രീസ്, സ്കിൽ ഇൻഡസ്ട്രീസ്, ഹാർഡ്വെയർ ആൻഡ് സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഇതാണ് കേരളം. ഇതിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റാൻ ഒരു പരിപാടി വെച്ചിരിക്കുക. എങ്ങനെ ഹബ്ബാക്കുന്നത്? രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇവിടെ സ്കിൽ ട്രെയിനിങ് കൊടുത്ത് ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് ഹയർ ചെയ്യാം. അവർ വേണമെങ്കിൽ അവിടെ പോയി പണിയെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വീട്ടിലിരുന്ന് പണിയെടുത്തോളാം. ഇവിടെ വീട്ടിലിരുന്ന് പണിയെടുക്കുകയാണെങ്കിൽ അവിടെ സോഷ്യൽ സെക്യൂരിറ്റി, PF ഒക്കെ സർക്കാർ കൊടുക്കും. അതാണ്. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ തന്നെ ഈ വ്യവസായങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ട് നോളജ് ക്രിയേഷൻ, അതിനടിസ്ഥാനത്തിലുള്ള ഇന്നവേഷൻ അടിസ്ഥാനത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ, ഇതിനു പുറമെ വൻകിട നിക്ഷേപങ്ങൾ. ആ നിക്ഷേപത്തെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാലത്തും നമ്മൾ ചെയ്യാത്ത രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കും സ്റ്റാർട്ടപ്പിനും. ഇതിനും പരിപാടി കൃത്യമായിട്ട് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിനും തള്ളിക്കളയൊന്നുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ എന്ത് സ്കീം ഉണ്ടെങ്കിലും ഉപയോഗിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ പദ്ധതി എന്തെന്ന് അറിയട്ടെ, കേരളത്തിനുള്ളത് പറയണം. ഇങ്ങനെ വാചോടിച്ചാൽ പോരാ. മുമ്പുണ്ടായിരുന്നതെല്ലാം ഉണ്ട്, അതിനപ്പുറത്തുള്ള മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളുണ്ട്, അതിനപ്പുറത്തേക്ക് എന്താ വരുന്നത്? അഗ്രികൾച്ചർ നമുക്ക് എന്താണ് ആവശ്യമുണ്ടായിരുന്നത്? നമ്മുടെ നാണ്യവിളകൾക്കൊരു ഒരു തറവില കിട്ടണം. കാരണം ഈ കേന്ദ്രത്തിന് നയങ്ങൾ അവയെ തകർത്തുകൊണ്ടിരിക്കുന്ന ഉണ്ടോ ഇതിൽ? നമ്മുടെ മെട്രോ ഒഴിച്ച് ഏത് പൊതുമേഖലാ സ്ഥാപനത്തിനാണ് സഹായം കൂടുതൽ വരുന്നത്? ഇങ്ങനെ കേരളത്തിൻ്റെ ഒരാവശ്യം എടുക്കുക. അപ്പോൾ ഇതിലൊന്നുണ്ട്, കോവിഡ് വാക്സിന് വേണ്ടി 36,000 കോടി വെച്ചത് നന്നായി. അതില്ലാണെങ്കിൽ കേരളം 2,000 കോടി അതിന് വേണ്ടി മുടക്കേണ്ടി വന്നാണ്. നല്ല കാര്യം. അപ്പോൾ ഒന്നുമില്ല എന്നല്ല പറയണേ, പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ ബഡ്ജറ്റിൽ കൊട്ടിഘോഷിക്കാനൊന്നുമില്ല.
എന്തോ ആ ഈ നമ്മൾ ദേശീയ ചട്ടക്കൂടിൽ നിന്ന് സംസ്ഥാനത്തിന് കടമെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും അവരവരുടെ വരുമാനത്തിൻ്റെ സംസ്ഥാന വരുമാനത്തിന് ദേശീയ വരുമാനത്തിന് 3% വായ്പ എടുക്കാൻ പാടില്ല. എല്ലാ വർഷവും കേന്ദ്രം അത് ലംഘിക്കും. 9% എടുത്തു. എന്നാൽ സംസ്ഥാനങ്ങൾ ചെവിക്ക് പിടിക്കും എടുക്കാൻ പോയാൽ. അപ്പോൾ എത്ര വേണമെങ്കിലും വായ്പ എടുത്തോട്ടെ എന്നൊന്നും ഞാൻ ബാധിക്കത്തില്ല. പക്ഷേ ഓരോ സംസ്ഥാനത്തിൻ്റെയും വികസന ആവശ്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ വ്യവസായ യുഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്തല സൗകര്യങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയേ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വായ്പ എടുക്കുന്നത്, അല്ല പെൻഷൻ കൊടുക്കാനല്ല വായ്പ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ വിവാദങ്ങൾ മുഴുവനും CAG ഇറക്കുന്നു. ഇനിയിപ്പോൾ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് ഫുൾ റിപ്പോർട്ട് വായിക്കുമ്പോഴേ വരികൾക്കിടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം എന്തിനാണ് കേന്ദ്രം ചെയ്യുന്നത്? കേന്ദ്രം ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന് വായ്പ എടുക്കാൻ തടസ്സമുണ്ടാക്കണം. എന്തിനാണ്? ഞങ്ങൾ കേന്ദ്രം എടുക്കുന്നതിലോ ഞാനിവിടെ സ്വാഗതം ചെയ്തല്ലോ, അനിവാര്യം എന്നല്ലേ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കാവാം, നിങ്ങൾക്ക് പറ്റൂല. അത് ശരിയല്ല. ഇല്ല, സംസ്ഥാനത്തെ കേന്ദ്രം മാതൃകയാക്കുന്നില്ല. ഞങ്ങൾ മാതൃകയായിട്ട് ഈ വായ്പ എടുക്കുന്ന മുഴുവനും പശ്ചാത്തല സൗകര്യത്തിന് മാത്രമാണ്. ഇത് കടമെടുക്കുന്നതിന് എതിരായിട്ടുള്ളൊരു നിലപാടല്ലേ താത്വികമായിട്ട് സ്വീകരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം കണക്ക് അവസാനം നോക്കുമ്പോൾ 9.2% എത്തിയിട്ടുണ്ട്. അടുത്ത വർഷവും ഇതുപോലെ തന്നെ എടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പം അത് തന്നെ കേരളം ചെയ്തിട്ടുള്ളൂ. ഈ കേരളത്തിൽ സർക്കാരിനെതിരെ കുതിരകയറാൻ വന്ന UDFും BJPയും അവർ പറ എന്താ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? ഇനി ഇത് BJP സർക്കാരാണ്, ഞങ്ങളുടേതല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ ആ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയാണ് 2008-2009 മാന്യകാലത്ത് കടമെടുത്തത്, എങ്ങനെയാണ് അതിനെ തരണം ചെയ്തതെന്ന് അവർ വിശദീകരിക്കട്ടെ. അപ്പോൾ ഈ കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിനെതിരെയൊക്കെ നടത്തിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ എത്ര പൊള്ളയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് UPA സർക്കാരിനോട് വർത്തമാനം പറയായിരുന്നു, ഈ പഹയന്മാരോട് അതും പറ്റത്തില്ല. അപൂർവമായിട്ടുള്ള ചിലപ്പോൾ നിതിൻ ഗഡ്കരിയൊക്കെ കുറച്ചും കൂടി കേരളത്തിൻ്റെ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാൻ തയ്യാറാണ്. മറ്റുള്ളവരില്ലെന്ന്. ഇത് വേറൊരു ജനസാണ് ഈ BJP സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അത് വേറൊരു യുഗമാണ്. പൂർണ്ണമായിട്ടില്ല, പോക്കങ്ങോടാ. നമ്മുടെ നാണ്യവിളകളുടെ തറവില ഉയർത്തിവെക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന സമീപനം വെറുതെ സബ്സിഡി കൊടുക്കലല്ല. ആ ബഡ്ജറ്റ് വായിച്ചാൽ മനസ്സിലാക്കും. നാളികേരം, കാപ്പി, പച്ചക്കറി ഇവയൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വ്യവസായങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉയർന്ന വില കൊടുക്കുന്ന ഏർപ്പാടാണ്. കാപ്പിയിൽ അത് വളരെ കൃത്യമായിട്ട് എനൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നാളികേരത്തിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം സംസ്ഥാനത്തിന് അങ്ങനെ പറ്റത്തുള്ളൂ. നമുക്ക് വെറും സബ്സിഡി അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് വരുമാനത്തിന് പരിമിതിയുണ്ട്. പക്ഷെ അതിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കാഴ്ചപ്പാട് വെക്കുന്നു. നാളികേരത്തിൻ്റെ കഥ ഞാൻ പറയാം. നാളികേരം ഒരു 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 40 വർഷം മുമ്പ് നാളികേരത്തിൽ നിന്ന് കേരളത്തിന് കിട്ടിയിരുന്ന വരുമാനത്തിൻ്റെ 40%
കൊപ്ര, വെളിച്ചെണ്ണ, ചകിരി, പിന്നെ അല്ലെങ്കിൽ ഉപ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് മൊത്തം വരുമാനത്തിൽ. ഇന്ന് 95% നാളികേരം വെക്കുന്നത് ഇന്നാണ്. വെളിച്ചെണ്ണയാട്ടുന്നത് അവിടെ എന്തിന് തൊണ്ട് കൊണ്ടുപോയി അവിടെ ചകിരിയാക്കണ്. നമ്മൾ പിന്നെ ഓലയൊന്നും ഇപ്പോൾ കത്തിക്കണമില്ല. ഇത് പോയി. ഞാൻ കാർഷിക നാളികേര കൃഷിക്കാർക്ക് ഈ മൂല്യവർദ്ധനവ് കേരളത്തിൽ വരുത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാത്രം നമുക്കൊരു തേങ്ങ ഒന്നിന് 3 രൂപ 4 രൂപ കൂടുതൽ കൊടുക്കും. അപ്പോൾ ആ രീതിയിലേക്ക് പോകണം കേരളം. എങ്കിൽ മാത്രം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.